രാഷ്ട്രീയ പ്രതിയോഗികളുടെ ആരോപണം മാത്രമല്ല, സ്വന്തം പാർട്ടിക്കാർ പോലും അദ്ദേഹത്തിനെതിരെ ഉന്നയിക്കുന്ന ഏറ്റവും വലിയ ആരോപണമായിരുന്നു അദ്ദേഹത്തിന് അധികാരത്തിൻ്റെ ഹുങ്കാണ് എന്നുള്ളത്. അധികാരം ഒഴിഞ്ഞാൽ എല്ലാ മനുഷ്യരും സാധാരണ പോലെ ആവും എന്നുള്ളത് അധികാര കസേരയിൽ കയറിയിരിക്കുന്നവർ ആലോചിക്കണം. അധികാരത്തിൻ്റെ ഹുങ്കിൽ എന്തും ചെയ്യാം എന്നും കരുതരുത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണ് പിണറായി വിജയൻ. ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിച്ച് നേതാവായതാണെന്നും അങ്ങനെയാണ് ഞാൻ മുഖ്യമന്ത്രിയായെന്നും അതുകൊണ്ട് എനിക്ക് മുഖ്യമന്ത്രി സ്ഥാനം ഉള്ളതുകൊണ്ട് നിങ്ങൾ ഇത്രയും വലിയ ഒരു അകമ്പടിയൊന്നും ആവശ്യമില്ലെന്നും ഞാൻ ആരെയും ഭയക്കുന്നില്ലെന്നും പറയേണ്ടിയിരുന്ന പിണറായി വിജയൻ അത് പറഞ്ഞില്ല എന്നുള്ളത് ചെറിയൊരു വലിയ വിഷയം തന്നെയാണ്. കഴിഞ്ഞ 10 വർഷക്കാലം അദ്ദേഹം ഒരു തൊഴിലാളി വർഗ പാർട്ടിയുടെ നേതാവിനപ്പുറത്തേക്ക് ഒരു ബൂർഷ്വ പാർട്ടിയുടെ നേതാവ് എന്നുള്ള നിലയിലായിരുന്നു അദ്ദേഹം പെരുമാറിയത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ആക്ഷേപം. ആ ആക്ഷേപത്തിൽ നിന്ന് പുറത്തു കടക്കാനുള്ള തീവ്രമായ ശ്രമമാണ് പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മളിതിൽ കാണേണ്ടത്. നമസ്കാരം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ ഒരു ചിത്രമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആവുന്നത്. സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്തേക്ക് പോകാൻ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ആളും ആരവവും ഒന്നും ഇല്ലാതെ ഒരു സ്റ്റീൽ കസേരയിൽ ഇരിക്കുന്ന പിണറായി വിജയൻ. പക്ഷേ അത് ട്രെൻഡിങ് ആവാൻ കാരണം കുറച്ച് നാൾ മുന്നേ വരെ ഇതായിരുന്നില്ല സ്ഥിതി എന്നുള്ളതാണ്. അദ്ദേഹത്തിന് സ്പെഷ്യൽ കസേരയൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ചുറ്റും അകമ്പടി വാഹനങ്ങൾ, ഒരുപാട് മനുഷ്യർ. ഇപ്പം അതല്ല. അപ്പോൾ വരുന്ന ആക്ഷേപങ്ങളിലൊക്കെ പറയുന്നൊരു കാര്യം അദ്ദേഹം പിണറായി വിജയൻ ഭൂമിയിലേക്ക് ഇറങ്ങി എന്നൊക്കെ തരത്തിലാണ്. ശരിക്കും ഇറങ്ങിയോ? അല്ല, പിണറായി വിജയൻ ഇറങ്ങിയല്ലോ. പിണറായി വിജയൻ ഇറങ്ങി എന്ന് മാത്രമല്ല, ഈ വലിയ തോൽവിക്ക് കാരണക്കാരൻ പിണറായി വിജയനാണെന്നുള്ള രീതിയിലുള്ള വലിയ അധിക്ഷേപങ്ങളും ആരോപണങ്ങളും പാർട്ടി പ്രവർത്തകർ തന്നെ വിവിധ ഈ റിവ്യൂ കമ്മിറ്റി യോഗങ്ങളിൽ വെച്ച് ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പക്ഷെ ഞാനതിൽ കാണുന്നത് പിണറായി വിജയൻ ഒരു ശൈലി മാറ്റം ഉണ്ടായിരിക്കുന്നു എന്ന് ജനങ്ങളെ ധരിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരെ ധരിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം അദ്ദേഹം എല്ലാ ആഡംബരങ്ങളും ഉപേക്ഷിച്ചു ഒരു സാധാരണ പാർട്ടി പ്രവർത്തകനായി മാറിയിരിക്കുന്നു എന്ന് തെളിയിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളുടെ ആദ്യത്തെ ചിത്രമാണത് എന്നുള്ളതാണ്. കാരണം അദ്ദേഹം തീർത്തും അധികാരത്തിൻ്റെ വലിയ ഹുങ്കിൽ സഞ്ചരിക്കുന്ന ആളാണ്. 40 വണ്ടികളുടെ അകമ്പടിയോടുകൂടി, ആംബുലൻസ് അടക്കം 40 വണ്ടികളുടെ അകമ്പടിയോടുകൂടിയാണ് സഞ്ചരിക്കുന്നത് എന്നുള്ള ഒരു ആരോപണമാണ് ദീർഘകാലമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അത് രാഷ്ട്രീയ പ്രതിയോഗികളുടെ ആരോപണം മാത്രമല്ല, സ്വന്തം പാർട്ടിക്കാർ പോലും അദ്ദേഹത്തിനെതിരെ ഉന്നയിക്കുന്ന ഏറ്റവും വലിയ ആരോപണമായിരുന്നു അദ്ദേഹത്തിന് അധികാരത്തിൻ്റെ ഹുങ്കാണ് എന്നുള്ളത്. ഇതല്ലെന്നും ഞാൻ ആദ്യം തന്നെ ഇതാ ശൈലി മാറ്റുന്നു, ആളും ആരവവും ഒന്നുമില്ലാതെ സാധാരണക്കാരനായി ഇതാ നിങ്ങളിൽ ഒരാളായി ഞാൻ ഇറങ്ങിയിരിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടി തന്നെ ചെയ്തതാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിനെ വണ്ടി കയറ്റി വിടാൻ വേണ്ടിയിട്ട് CPM-ൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന കെ രാഗേഷ് മാത്രമേ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ബാഗൊക്കെ എടുത്തിട്ട് വേറൊരു പയ്യനോ, അയാൾ ആരാന്ന് നമുക്കറിയില്ല. അവിടെയുള്ള ഒരു നേതാവ് ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് നിന്നും കണ്ണൂർ എയർപോർട്ടിൽ വന്നിറങ്ങിയ പിണറായി വിജയനെ സ്വീകരിക്കാൻ വേണ്ടി കുറച്ച് നേതാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും പ്രധാനപ്പെട്ട നേതാക്കന്മാരാരും അന്നും ഉണ്ടായിരുന്നില്ല. പി ശശിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ, പി ശശിയും കെ രാഗേഷും എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ തണലിൽ പിന്നീട് വളർന്നവരാണ്. ശശി പാർട്ടിയിൽ നിന്നും പൂർണ്ണമായും പുറത്താക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിലൊരു പുനർജീവിതം കൊടുത്തത് പിണറായി വിജയൻ്റെ ഒരു തീരുമാനമായിരുന്നു. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കഴിഞ്ഞ ഈ റിസൾട്ട് വരുന്ന മുന്നേ വരെ ഉണ്ടായിരുന്നു നമ്മൾ കാണേണ്ടതുണ്ട്. കെ രാഗേഷും അദ്ദേഹത്തിൻ്റെ ഓഫീസിലുണ്ടായിരുന്നു. പിന്നീടാണ് അദ്ദേഹത്തിനെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി കൊണ്ടുവരുന്നത്. ഇവർ രണ്ടുപേരും പാർട്ടി പ്രവർത്തകർ എന്നതിനപ്പുറത്തേക്ക് മുഖ്യമന്ത്രിയുടെ പ്രിയപ്പെട്ടവരാണ്. മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ഏറ്റവും പ്രിയപ്പെട്ടവരായിരുന്നു. പിണറായി വിജയൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരായിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തുനിന്ന് ഒഴിഞ്ഞാൽ എല്ലാവർക്കും ഇതുതന്നെയാണ്, എല്ലാവരുടെയും അവസ്ഥ ഇതാണ് എന്ന് കാണിക്കുന്ന ഒരു ചിത്രം കൂടിയായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം ഇപ്പം ട്രോളുകളായി വന്നുകൊണ്ടിരിക്കുന്ന ആ ചിത്രം. എന്നാൽ അധികാരമുള്ളപ്പോൾ മാത്രമാണ് എല്ലാ തരത്തിലുള്ള സുഖസൗകര്യങ്ങളും. അധികാരം ഒഴിഞ്ഞാൽ എല്ലാ മനുഷ്യരും സാധാരണ പോലെ ആവും എന്നുള്ളത് അധികാര കസേരയിൽ കയറിയിരിക്കുന്നവർ ആലോചിക്കണം. അധികാരത്തിൻ്റെ ഹുങ്കിൽ എന്തും ചെയ്യാം എന്നും കരുതരുത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണ് പിണറായി വിജയൻ. ഇപ്പോൾ പിണറായി വിജയൻ ഇപ്പോൾ ഈ അത്തരത്തിൽ ഒരു ട്രോളിൽ ഒക്കെ പോകേണ്ട കാര്യമില്ല. കാരണം അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്ന സമയത്താണ്, ഈ 10 വർഷക്കാലമാണ് അദ്ദേഹം വലിയ ഇത്തരത്തിലുള്ള ആർഭാട യാത്രകൾ നടത്തിയത്. അതിന് ഒരു പരിധിവരെ ഉത്തരവാദികൾ എന്ന് പറയുന്നത് പോലീസ് ഉദ്യോഗസ്ഥരും മറ്റു ഉദ്യോഗസ്ഥരൊക്കെ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ മാത്രം തീരുമാനമായിരിക്കില്ലല്ലോ ഇത്രയും വണ്ടിയും അകമ്പടിയും ഒക്കെ ഉണ്ടാക്കിയതൊക്കെ പോലീസും കൂടി ചേർന്ന് തന്നെയാണെന്നാണ് നമ്മൾ കരുതേണ്ടത്. പക്ഷേ ഇങ്ങനെയൊരു അവസ്ഥ പിന്നീട് വരും എന്നത് കൂടി എല്ലാ അധികാരികളും എല്ലാ മന്ത്രിമാരും ഒരിക്കലെങ്കിലും ആലോചിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്രയൊന്നും ആഡംബരം തനിക്ക് വേണ്ട എന്ന് നേരത്തെ തന്നെ പറഞ്ഞേനെ. അല്ലെങ്കിൽ ഇത്രയൊക്കെ എന്തിനാണ് അകമ്പടി, ഞാൻ സാധാരണക്കാരനായ ഒരാളായിരുന്നു എന്നും
ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിച്ച് നേതാവായതാണെന്നും അങ്ങനെയാണ് ഞാൻ മുഖ്യമന്ത്രിയായെന്നും അതുകൊണ്ട് എനിക്ക് മുഖ്യമന്ത്രി സ്ഥാനം ഉള്ളതുകൊണ്ട് നിങ്ങൾ ഇത്രയും വലിയ ഒരു അകമ്പടിയൊന്നും ആവശ്യമില്ലെന്നും ഞാൻ ആരെയും ഭയക്കുന്നില്ലെന്നും പറയേണ്ടിയിരുന്ന പിണറായി വിജയൻ അത് പറഞ്ഞില്ല എന്നുള്ളത് ഒരു വലിയ വിഷയം തന്നെയാണ്. അത്തരത്തിൽ ഉണ്ടായ വീഴ്ചകൾ തിരുത്തണം എന്നാണ് ജനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയൻ അത് തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ തിരുത്താനുള്ള ശ്രമത്തിലാണ് നമ്മൾ കാണേണ്ടത്. വരും ദിവസങ്ങളിൽ ഇനിയും ഇത്തരത്തിലുള്ള എളിമകൾ കാണാം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഞാൻ സാധാരണക്കാർക്കൊപ്പമാണ് എന്നും നിങ്ങൾ ആരോപിക്കുന്നത് പോലെ ഞാൻ അധികാരത്തിൻ്റെ ഈ ഭ്രമത്തിൽ എല്ലാം മറന്നുപോയ ആളല്ല എന്ന് തെളിയിക്കാനുള്ള വിവിധ തരത്തിലുള്ള പ്രകടനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. വരും ദിവസങ്ങളിൽ നിയമസഭാ സമ്മേളനം ചേരുന്ന സമയത്ത് ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലേക്ക് മാറുവാനുള്ള ശ്രമം, മനസ്സുകൊണ്ട് മാറാനുള്ള ശ്രമം അദ്ദേഹം ആരംഭിച്ചിരിക്കുന്നു. നമുക്കാണ് ഇന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങിനൊക്കെ അദ്ദേഹം വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടാണ് ആളുകളുടെ മറ്റുള്ളവരോടൊക്കെ. ഇപ്പോൾ CPM എതിരായി ജയിച്ച 3 പേർ ഇത്തവണത്തെ ഉണ്ട്. അതിലൊരാൾ ഇന്ന് പ്രോടൈം സ്പീക്കറായിരുന്നു. അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയി വർത്തമാനം പറയുന്ന പിണറായി വിജയൻ, അത് ഔദ്യോഗികമായിട്ട് ഉള്ള ഒരു രീതിയാണെങ്കിൽ പോലും അത് അദ്ദേഹത്തിന് അതിനൊന്നും യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. അതുപോലെ ഈ TK ഗോവിന്ദനോടും അതുപോലെ തന്നെ പയ്യന്നൂർ V കുഞ്ഞികൃഷ്ണനോടൊക്കെ അദ്ദേഹം യാതൊരു തരത്തിലും ഒരു വെറുപ്പിൻ്റെ ഒന്നും മുഖമല്ലാതെ വളരെ പ്ലീസിങ് ആയിട്ട് തന്നെ അവരെയൊക്കെ അവരോടൊക്കെ സംസാരിക്കുന്ന ചിത്രമൊക്കെ നമ്മൾ ഇന്ന് കണ്ടു. അപ്പോൾ അദ്ദേഹം അതിൽ മുഖ്യമന്ത്രി അല്ലാതായ പിണറായി വിജയൻ സാധാരണക്കാരനായ പിണറായി വിജയനാണ്. തൊഴിലാളി വർഗ പാർട്ടിയുടെ നേതാവൊക്കെ ആയി മാറാനുള്ള ശ്രമമാണ്. പക്ഷേ കഴിഞ്ഞ 10 വർഷക്കാലം അദ്ദേഹം ഒരു തൊഴിലാളി വർഗ പാർട്ടിയുടെ നേതാവിനപ്പുറത്തേക്ക് ഒരു ബൂർഷ്വ പാർട്ടിയുടെ നേതാവ് എന്നുള്ള നിലയിലായിരുന്നു അദ്ദേഹം പെരുമാറിയത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ആക്ഷേപം. ആ ആക്ഷേപത്തിൽ നിന്ന് പുറത്തു കടക്കാനുള്ള തീവ്രമായ ശ്രമമാണ് പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മളിൽ കാണേണ്ടത്. എന്തായാലും പ്രവർത്തകരുടെ വിമർശനങ്ങൾ നേതാക്കന്മാർ കേട്ടു തുടങ്ങിയെന്നാണെങ്കിൽ തീർച്ചയായും ഇപ്പം ഗോവിന്ദ മാഷും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നേതാക്കന്മാർ എന്ന് പറയുന്നത് CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ്. അദ്ദേഹം ഇതുപോലൊരു സ്വയം വിമർശനം നടത്തിയിരുന്നു. സ്വയം വിമർശനം നടത്തിയെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കിയതിനെ ഇപ്പോഴും ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മളിൽ കാണേണ്ടതുണ്ട്. അതൊരു തെറ്റല്ല, അതുവരെ സ്ഥാനാർത്ഥിയാക്കിയത് തെറ്റല്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഭാര്യയും പറഞ്ഞിട്ടുണ്ട്. തളിപ്പറമ്പിൽ മത്സരിച്ചത് ഞാനെന്ന വ്യക്തിയല്ലെന്നും പാർട്ടിയാണ് എന്നെ സ്ഥാനാർത്ഥിയാക്കിയത്, അതുകൊണ്ട് തോറ്റുപോയത് പാർട്ടിയാണ് എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് ആ തോൽവിയിൽ വലിയ പങ്കില്ല എന്നുള്ള രീതിയിൽ അവരും സംസാരിച്ചിട്ടുണ്ട്. ഗോവിന്ദ മാഷ് സംസാരിച്ചു. പക്ഷേ ഗോവിന്ദ മാഷിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മകൻ തന്നെ ചോദിച്ചു എന്ന് പറഞ്ഞു, കണ്ണാടി നോക്കാറില്ലേ എന്ന് ചോദിച്ചു എന്നൊക്കെയാണ് അദ്ദേഹം തന്നെ പ്രതികരിച്ചിരിക്കുന്നത്. ഈ പ്രസ് മീറ്റുകളൊക്കെ ഒന്നുകൂടി എടുത്ത് കാണാറുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അതെ, അങ്ങനെ കണ്ടിരുന്നെങ്കിൽ ഗോവിന്ദ മാഷിക്ക് മാറാൻ പറ്റും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഗോവിന്ദ മാഷിൻ്റെ ഒരു ശൈലി എന്ന് പറയുന്നത് ഇനി മാറാൻ പറ്റാത്തൊരു ശൈലിയായിട്ടാണ് തോന്നിയത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ ശൈലി മാറ്റങ്ങളൊക്കെ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല. അപ്പോൾ പിണറായി വിജയൻ്റെ ശൈലി എന്ന് പറയുന്നത് എല്ലാറ്റിനോടും വളരെ നിഷേധാത്മകമായ നിലപാട് സ്വീകരിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിനെതിരെ ഉയരുന്ന ഏറ്റവും വലിയ മറ്റൊരു പ്രശ്നം. കാരണം അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മൈക്ക് ഓഫ് ആയി പോയി കഴിഞ്ഞാൽ മൈക്കിനെതിരെ കേസ് പോലും എടുത്തിരിക്കുന്നത് ഇത്രയൊക്കെ നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ ഈ ഇലക്ഷൻ പ്രചരണത്തിൻ്റെ ഭാഗമായി അദ്ദേഹം നടത്തിയ പ്രസംഗത്തിനിടയിൽ ആരോ എന്തോ ഒരു കാര്യം ചോദിക്കാണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞതൊക്കെ വലിയ രീതിയിൽ അദ്ദേഹത്തിന് തിരിച്ചടി ഉണ്ടായി എന്നുള്ള രീതിയിലാണ് ആളുകൾ ഇപ്പോൾ അതിനെ വിലയിരുത്തുന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് തീർച്ചയായും അഹങ്കാരത്തിൻ്റെ ഭാഗമായി എന്നുള്ള രീതിയിൽ തന്നെയാണ് ആളുകൾ അതിനെ എടുത്തത്. ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്കുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായി അത് മാറി. പക്ഷേ അതെല്ലാം തോൽവിയിൽ നിന്നാണല്ലോ ആളുകൾ പഠിക്കുക. അപ്പോൾ തോൽവി ഉണ്ടായിരിക്കുന്നു, വീഴ്ചയുണ്ടായിരിക്കുന്നു. ആ വീഴ്ചയിൽ നിന്നും കരകയറാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു നമ്മളിൽ കാണേണ്ടത്. അല്ലാതെ ഞാൻ ഇനി മാറാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് പിണറായി വിജയൻ വീണ്ടും ധാർഷ്ട്യത്തിൻ്റെ തന്നെ വഴിയല്ല സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം ഞാൻ മാറാൻ തയ്യാറാണ് എന്നുള്ള സൂചനകൾ നൽകുന്നു എന്നുള്ളതാണ് ഇന്നത്തെ റെയിൽവേ സ്റ്റേഷനിലുള്ള കാഴ്ച എന്നുള്ളതാണ്. അതുകൊണ്ട് എല്ലാ ആളുകളും ഇത്ര വലിയ ഉന്നതമായ അവസ്ഥയിലേക്ക് എത്തിയാലും ഒരു നാൾ ഇതെല്ലാം അവസാനിപ്പിച്ച് താഴേക്ക് ഇറങ്ങി നിൽക്കേണ്ടി വരും എന്നുള്ളതിൻ്റെ ഉദാഹരണം കൂടിയാണിത് എന്നാണ് പലരും ഇതിന് കമൻറ്റ് ചെയ്യുന്നത്. ഒരുപാട് കമൻറ്റുകൾ ഇതിനിടയിൽ വരുന്നുണ്ട്. എത്ര പോലീസ് വാഹനങ്ങളുടെയൊക്കെ അകമ്പടിയോടുകൂടിയായിരുന്നു അദ്ദേഹം യാത്ര ചെയ്തിരുന്നെന്നും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ അവസ്ഥ ഏതൊരു മനുഷ്യനും അല്ലെങ്കിൽ അധികാരത്തിൻ്റെ മത്ത് പിടിച്ച് എന്തും പ്രവർത്തിക്കുന്ന അധികാരികൾക്കുള്ള ഒരു വലിയ മാതൃകയാണിത് ഈ മനുഷ്യൻ്റെ ഈ ഇരിപ്പ് എന്നുള്ള രീതിയിലൊക്കെയാണ്. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്, ക്യാബിനറ്റ് റാങ്കുണ്ട്, അദ്ദേഹത്തിന് ഔദ്യോഗികമായ വാഹനമുണ്ട്, അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഔദ്യോഗികമായ വസതിയുണ്ട്, എല്ലാ തരത്തിലും പ്രൊട്ടക്ഷൻ ഉണ്ട് എന്ന് കൂടി നമ്മളിൽ കാണണം. പൂർണ്ണമായും അധികാരം ഇല്ലാത്ത അവസ്ഥയിലല്ല വീണ്ടും അദ്ദേഹം വരുന്നത്. പക്ഷേ എങ്കിൽ പോലും 10 വർഷത്തെ ഭരണത്തിൻ്റെ ആ സുഖകരമായ ഒരു അവസ്ഥ ഇനി ഇല്ല എന്നുള്ളതും അദ്ദേഹം തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ്. എല്ലാ ഇറക്കും ഒരു എൻഡ് ഉണ്ടാവും.
ഉണ്ടാവുമല്ലോ. തീർച്ചയായും ഇത് പിണറായി എറയുടെ ആയിരിക്കാം. അതെ അതെ, എല്ലാറ്റിനും ഉണ്ട്. പിന്നെ മാത്രമല്ല എല്ലാവരുടെയും ഗ്രാഫ് എന്ന് പറയുന്നത് കയറ്റവും ഇറക്കവും ചേർന്നതാണ് എന്നുള്ളതാണ്. എല്ലാ കാലത്തും കയറിക്കൊണ്ടേയിരിക്കില്ലെന്നും അത് കയറി അത്രയും തന്നെ വീണ്ടും തിരിച്ചിറങ്ങേണ്ടി വരും എന്നുള്ള ഒരു ചിത്രം കൂടിയാണിത് എന്നുള്ളതാണ്. ഇതെല്ലാവർക്കും പാഠമാണ്. അത് പിണറായി വിജയന് മാത്രമല്ല, ഇപ്പൊ സിംഹാസനത്തിൽ തീർച്ചയായും എല്ലാ സിംഹാസനവും ഒരു കാലത്ത് ജനാധിപത്യ പ്രക്രിയയിൽ ജനങ്ങളാണ് ശരിക്കും നേതാക്കന്മാർ, അല്ലെങ്കിൽ ജനങ്ങളാണ് ഏറ്റവും പവർഫുൾ എന്നും, അല്ലാതെ 5 വർഷത്തേക്ക് ജനങ്ങൾ തിരഞ്ഞെടുത്തവർ പിന്നെ ഞാനാണ് ഏറ്റവും വലിയ ശക്തനെന്നും ഞാനാണ് രാഷ്ട്രമെന്നൊക്കെ പ്രഖ്യാപിക്കുന്നത് തെറ്റാണ്. ശരിക്കും ജനങ്ങളാണ് ഏറ്റവും ശക്തർ എന്നും ജനങ്ങൾക്ക് മേലെ ഒരു തരത്തിലും ആർക്കും അധികാരമില്ലെന്ന് നമ്മുടെ മുന്നിൽ ഇതാ പലപ്പോഴായി തെളിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഏറ്റവും വലിയ തെളിവായിരുന്നു. അതുകൊണ്ട് ജനങ്ങളെ ഒന്നും നിഷേധിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ജനങ്ങളുടെ മുന്നിൽ വലിയ തരത്തിൽ അഹങ്കാരവും താൻപ്രമാണിത്വമൊന്നും കാണിച്ച് ഒരാൾക്കും മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും അടുത്ത നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഉദാഹരണമാണ് ഈ പിണറായി വിജയൻ്റെ ഈ ഇരിപ്പ് എന്നുള്ളത് നമ്മൾ കാണണം.